കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. നമസ്കാരം. ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര രൂപവുമായി ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. ഞാൻ അനുജ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു. അതിലേക്കാണ് ആദ്യം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത പുറത്തുവിടില്ലെന്ന നിലപാടിൽ ഉറച്ച മുഖ്യമന്ത്രി. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതില് ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. സിനിമാ മേഖലയിലെ ചൂഷകർക്കൊപ്പമല്ല, ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമയ്ക്കുള്ളിൽ സിനിമയെ വെല്ലുന്ന തിരക്കഥകൾ വേണ്ട. അപ്രഖ്യാപിതമായ വിലക്ക് കൊണ്ട് സിനിമാ മേഖലയിലെ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ഇന്നത്തെ തലമുറ തെളിയിച്ചു. വേട്ടക്കാരോടൊപ്പമല്ല, ഇരകളോടൊപ്പമാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സിനിമയ്ക്കുള്ളിൽ സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. മാന്യമായ പെരുമാറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സിനിമയ്ക്കുള്ളിലെ ചൂഷണം, അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചൂഷകർക്കൊപ്പമല്ല, മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൌരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടിലെ ശുപാർശകളിൽ ഒന്നായി ട്രൈബ്യൂണൽ രൂപീകരണം പരിഗണനയിലുണ്ട്. സിനിമാ നയം സംബന്ധിച്ച് കരട് തയ്യാറാക്കാൻ ഷാജി എൻ കരുണിന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചു. കരട് ചർച്ച ചെയ്യാൻ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൌരവതരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ഉള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ഗൌരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം നടപ്പാക്കുന്നതിൽ പരിമിതികളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൊഫഷണൽ താരത്തിന്റെയും പുതുമുഖ താരത്തിന്റെയും ശമ്പളം ഒരുപോലെയാക്കുന്നത് പ്രായോഗികമല്ല. അനാവശ്യ മാർഗരേഖ കൊണ്ടുവരുന്നത് സിനിമയിൽ ഹിതകരമാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അഭിനയം വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലയായതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം ഏർപ്പെടുത്തുക, അതുപോലുള്ള ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ ചില പരിമിതികളുണ്ട്. പ്രൊഫഷണലുകളുടെ വേതനം ഒരാളിൽ നിന്ന് മറ്റൊരാളുടേത് വ്യത്യസ്തമായിരിക്കും. പ്രൊഫഷണലായ സിനിമാ താരത്തിന്റെ ശമ്പളവും തുടക്കക്കാരനായ നടന്റെയോ നടിയുടെയോ ശമ്പളവും ഒന്നാവണമെന്ന് ആഗ്രഹിക്കാമെങ്കിലും നടപ്പിലാക്കുന്നതിന് പ്രായോഗിക തടസ്സമുണ്ടാകും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തം. സർക്കാർ വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സംരക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടിന്മേൽ നിയമ നടപടിക്ക് തടസ്സങ്ങളുണ്ടെന്ന ന്യായീകരണവുമായി മുൻ സിനിമാ മന്ത്രി എ കെ ബാലൻ രംഗത്തെത്തി. എന്നാൽ റിപ്പോർട്ടിന്മേൽ സർക്കാരിനെ വിമർശിക്കാനില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം.
ഗുരുതര ലൈംഗിക ക്രൂരതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ 5 വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മറച്ചുവെച്ച സർക്കാർ പൊതുസമൂഹത്തിനു മുന്നിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്. ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ മൊഴികൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നുള്ളത് അവർ ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ തരുന്ന മൊഴി ഒരു രൂപത്തിലും പുറത്ത് പറയാൻ പാടില്ല എന്ന് മൊഴി കൊടുത്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിമിതി. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതി പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു പൊതു താല്പര്യം അരിച്ചു കൊടുക്കുക. ഇതും കൂടിയും പുറത്ത് കൊണ്ടുവരണം. വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താതെയായിരുന്നു നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിന് തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അതിനാണ് ഒരു ഭരണമുള്ളത്, ഭരണയന്ത്രമുള്ളത്. മേഖലയിലെ ഒരു വലിയ അപാകതയെ പെരുപ്പിച്ച് കാണിച്ചാലും ആ മേഖലയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതിജീവിതയ്ക്കൊപ്പമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ വിശ്വസിക്കുന്നില്ലെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമല്ലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ, നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്, പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപൂർണമായിട്ടുള്ളൊരു സാധനമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരട്ടത്താപ്പ് ആരോപണം ഉയർത്തി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരത്തിനെതിരെ വെളിപ്പെടുത്തലുമായി നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. പിതാവിന്റെ സഹപ്രവർത്തകനായ താരം മോശമായി പെരുമാറിയെന്ന് സോണിയ പറഞ്ഞു. സിനിമയിലെ പവർ ഗ്രൂപ്പ് പ്രത്യേക അജണ്ട വെച്ച് തിലകനോട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് തനിക്കും കുടുംബത്തിനുമുണ്ടായ ദുരനുഭവമാണ് തിലകന്റെ മകൾ സോണിയ തിലകൻ വെളിപ്പെടുത്തുന്നത്. സിനിമയിലെ പവർ ഗ്രൂപ്പായ 15-അംഗ സംഘം പ്രത്യേക അജണ്ട വച്ച് തിലകനോട് മോശമായി പെരുമാറി. തിലകന്റെ മരണശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് പ്രധാന നടൻ തന്നെ റൂമിലേക്ക് വിളിച്ചു. സിനിമയ്ക്കകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. തിലകനെതിരെ ഉണ്ടാക്കിയതാണ് താരസംഘടനയായ അമ്മയെന്നും സംഘടന പിരിച്ചുവിടണമെന്നും സോണിയ തിലകൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. സർക്കാർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും സോണിയ ആരോപിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകനെക്കുറിച്ച് പേര് പറയാതെ പരാമർശിച്ചിട്ടുണ്ട്. സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു മികച്ച നടനെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും മാറ്റി നിർത്താൻ താരസംഘടനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തിരുവനന്തപുരം. സിനിമയിലെ നടന്മാർ ജീവിതത്തിലും ഹീറോ ആകാൻ ശ്രമിക്കണമെന്ന് നർത്തകി മേതിൽ ദേവിക. റിപ്പോർട്ട് പുറത്തു വന്നത് നന്നായി. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ തീവ്രത ആളുകൾക്ക് മനസ്സിലായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തനിക്ക് ഞെട്ടലില്ലെന്നും മേതിൽ ദേവിക 24-നോട് പറഞ്ഞു. കാലാകാലങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സ്ത്രീകൾ, സിനിമാ രംഗത്തെയും അല്ലാത്തവരും ഒക്കെ. അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. ഇത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ ഇതൊരു ഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ടായി വരുമ്പോൾ ദെയർ മോർ ഒത്തൻറ്റിസിറ്റി ഇൻ ദാറ്റ്. ഒരാൾ പറയുമ്പോൾ അത് പറയുന്ന അല്ലെങ്കിൽ അത് നോർമാവണം. ഇത് നോർമല്ല. ഒരു സാധനത്തിനെ സാധാരണീകരിക്കുക എന്ന് ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറിക്കിട്ടും. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രതികരണത്തിലേക്കാണ്. ഇനി നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്ന് ഗായിക ഗൗരി ലക്ഷ്മി 24-നോട് പറഞ്ഞു. ദുരനുഭവം നടികൾക്ക് മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം നേരിടുന്നുണ്ട്. എതിർത്ത് നിന്നതിന്റെ പേരിലും പ്രതിഫലം ആവശ്യപ്പെട്ടതിനും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും ഗൗരി ലക്ഷ്മി പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ കേട്ടും കണ്ടും നേരിട്ട് കിട്ടിയിട്ടൊക്കെ ഉള്ള ഒരു കാര്യം ഇപ്പം എല്ലായിടത്തും ന്യൂസ് ചാനൽ വരുന്നു എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഞാൻ നടിയല്ല, ഐ എം എ സിംഗർ. അപ്പോൾ ഇത് നടിമാർ മാത്രം അല്ലെങ്കിൽ ഇപ്പം ക്യാമറയ്ക്ക് പുറകിലോ ക്യാമറയ്ക്ക് മുന്നിലോ മാത്രമുള്ള ആളുകൾ മാത്രം ഫേസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ സിംഗേഴ്സായിട്ടും ജനറലി ആർട്ട് ഇൻഡസ്ട്രിയിൽ ടെക്നീഷ്യൻസും എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ജസ്റ്റ് ഇപ്പം എല്ലായിടത്തും എല്ലാവരും പറഞ്ഞ് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സിനിമ പവർ ഗ്രൂപ്പിൽ സംസ്ഥാനത്തെ മന്ത്രിയുമുണ്ടെന്ന് സംവിധായകൻ വിനയൻ. പവർ ഗ്രൂപ്പിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അംഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. താൻ ആരെയും ഒതുക്കിയിട്ടില്ലെന്നും സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയുടെ അധ്യക്ഷൻ കൂടിയായ മന്ത്രി പറഞ്ഞു. അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾ കിട്ടിയെന്നുള്ളത്. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരെയും വിലക്കായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു നടൻ വന്നെന്നോ അയാളെ വിലക്കായിട്ട് ഒരാളെയും ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നുവരെ ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത്? ചാനൽ, നിങ്ങൾ ചാനലുകാർ തന്നെയല്ലേ. അതിനെ എടുത്താൽ പോരെ. നമുക്കെങ്ങനെ വിലക്കാൻ പറ്റും? ചാനൽ ആവശ്യപ്പെടുകയാണ് ഇന്ന ആളുകൾ അഭിനയിക്കാം എന്നല്ലേ. നിങ്ങൾ അറിയാത്ത കാര്യമല്ലല്ലോ, ചാനലുകാർക്ക് അറിയാമല്ലോ ആരെയൊക്കെ വേണം, നമുക്ക് ആർക്കാണ് മാർക്കറ്റുള്ളത്, ആരെ വെച്ച് ഈ പടം ഈ സീരിയൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ചാനലുകാരല്ലേ, ഞങ്ങളല്ലല്ലോ. ആത്മാ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിനെതിരെ, അപ്പോൾ ആ കമന്റിൽ പറയുന്നത്, ആ പോയിന്റിൽ പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് 15 പേരുടെ പവർ മാഫിയയാണ് എന്നുള്ളതാണ്. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചാകും പുനരധിവാസം. അതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിൻ്റെ വിവിധ വശങ്ങൾ ദുരന്തബാധിത പ്രതികരണ രംഗത്തെ വിദഗ്ധരുമായും ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 75 സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട്. 105 വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താത്കാലിക പുനരധിവാസം പ്രതിസന്ധിയിൽ. സർക്കാർ നിശ്ചയിച്ച തുകയ്ക്ക് മേപ്പാടി വൈത്തിരി മേഖലയിൽ വാടക വീട് കിട്ടാനില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 10 സ്കൂളുകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വൈകാതെ അവിടെ ക്ലാസുകൾ ആരംഭിക്കണം. അതിനുള്ളിൽ പുനരധിവാസവും നടക്കണം. ഒരു വ്യക്തത കുറവുണ്ട് ദുരന്തബാധിതർക്ക്. അതുകൊണ്ട് തന്നെ ഈ വേദനകൾക്കിടയിലും വാടക വീട് അന്വേഷിച്ച് പരക്കം പായുകയാണവർ. ചൂരൽമല സ്വദേശിയാണ് രേവതി. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവരോട് സ്വമേധയാ വാടക വീട് കണ്ടെത്താനാണ് ഇപ്പോൾ പറയുന്നത്. അന്വേഷിച്ചു നടക്കാത്ത സ്ഥലമില്ലെന്ന് രേവതി. നമുക്കൊന്നും കിട്ടാനില്ല. ഇവിടെ എവിടെയും വീടില്ല. ഇവിടെ നമ്മൾ അന്വേഷിച്ച് മേപ്പാടി തൊട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ചിലടത്ത് പോകുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി പൈസ ചോദിക്കുന്നുണ്ട്. നമുക്കതില്ല. പിന്നെ വാടകയും കൂടുതലാണ് ചോദിക്കുന്നത്. 9,000, 8,000 അങ്ങനെയൊക്കെയാണ് വാടക വയ്ക്കുന്നത്. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് എന്നു മുതൽ മാറ്റും? മേപ്പാടി വൈത്തിരി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നവരുടെ മുൻഗണന എങ്ങനെയാണ്? വാടക ഇനത്തിൽ നൽകുന്ന 6,000 രൂപ എത്ര കാലം സർക്കാർ നൽകും എന്നീ കാര്യങ്ങളിലും വ്യക്തത വരണം. 975 പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്ഥിരമായ പുനരധിവാസം യാഥാർത്ഥ്യമാകും വരെ ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കുൾപ്പെടെ വാടക നൽകുമെന്ന് മന്ത്രി കെ രാജൻ. എത്ര കാലമാണോ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത് അത്രയും കാലം ഒരു മടിയും വിചാരിക്കേണ്ട. സർക്കാർ വാടക കൊടുത്താണെങ്കിൽ വാടക കൊടുത്ത് സംരക്ഷിക്കും. ബന്ധുവീടുകളിൽ പോയവർക്ക് ബന്ധുവീട്ടിൽ ഈ വാടക എത്രയാണോ അത്രയും നൽകി സമാധാനം. കേന്ദ്രത്തിന് നൽകാനുള്ള വിശദമായ മെമ്മോറാണ്ടം തയ്യാറായി 2 ദിവസത്തിനുള്ളിൽ കൈമാറും. 1200 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കെന്നും മന്ത്രി വിശദീകരിച്ചു. ടീം 24 വയനാട്. ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പരിശോധിക്കുന്നതിന് ദേശീയ ദൗത്യ സംഘത്തെ നിയോഗിച്ച് സുപ്രീം കോടതി.
വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. കൊലപാതകത്തിലെ അന്വേഷണത്തിന് തൽസ്ഥിതി വിവരങ്ങൾ വ്യാഴാഴ്ച അറിയിക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്ക് കൊലപാതക ശേഷവും സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നായിരുന്നു ആമുഖമായി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് 8:45 ഭൗതിക ശരീരം കൈമാറിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ 11:45 വരെ വൈകിയെന്നത് അവിശ്വസനീയമാണ്. സംഭവം ആത്മഹത്യയാണെന്ന പ്രിൻസിപ്പലിന്റെ അനുചിത പ്രസ്താവന മുൻവിധിയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആശുപത്രി ആക്രമം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം കൂടിയാകാം. അന്വേഷണം ആരംഭിച്ച CBI തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബംഗാളിലും ബീഹാറിലും ഹൈദരാബാദിലും ഡോക്ടർമാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ നിയമനിർമ്മാണം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിനെതിരെ നടപടിയെടുക്കാൻ മറ്റൊരു ബലാത്സംഗം വരെ കാത്തിരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ദേശീയ ദൗത്യ സംഘത്തെ പ്രഖ്യാപിച്ചു. 9 അംഗങ്ങൾക്ക് പുറമെ ക്യാബിനറ്റ്, ആഭ്യന്തര, ആരോഗ്യ സെക്രട്ടറിമാരും ദേശീയ മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അധ്യക്ഷനും അടക്കം എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി ഉൾപ്പെടുത്തിയാണ് സമിതി. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരുടെ മേൽ ബംഗാൾ സർക്കാരിന്റെ അധികാരം അഴിച്ചുവിടരുതെന്നും കോടതി പറഞ്ഞു. We are still waiting for the court order regarding where the central forces will be deployed and how long will they stay and what is their role in the security and safety of doctors on duty. So we are yet to know about all of that. So till that we cannot say that we will stop our protest and continue work. സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച സുപ്രീം കോടതി വിവിധ സംഘടനകൾ സമർപ്പിച്ച കക്ഷി ചേരൽ അപേക്ഷകളിലും ആമുഖവാദം കേട്ടു. രാധാകൃഷ്ണൻ, 24, ഡൽഹി. പൊതുപരിപാടിയിൽ മലപ്പുറം SP വേദിയിലിരുത്തി തുറന്ന വിമർശനവുമായി PV അൻവർ MLA. തന്റെ പാർക്കിൽ മോഷണം നടന്ന് 8 മാസമായിട്ടും പ്രതിയെ പിടിക്കാനായില്ലെന്ന് SP ചൂണ്ടിക്കാട്ടി അൻവർ. മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ 2 നഴ്സറി വിദ്യാർത്ഥിനികൾ സ്കൂളിൽ ലൈംഗികാതിക്രമത്തിനിരയായതിൽ വൻ പ്രതിഷേധം. ബദ്ലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയവരെ പോലീസ് അടിച്ചോടിച്ചു. ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയത്തെ ലോഡ്ജ് ഉടമയുടെ മൊഴി രേഖപ്പെടുത്തി CBI. കാണാതാകുന്നതിന് മുൻപ് ജസ്ന ലോഡ്ജിലെത്തിയിരുന്നുവെന്ന് മുൻ ജീവനക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. കേരള, കർണാടക സർക്കാരുകൾ ചേർന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കുമാരസ്വാമി 24നോട്. KSFയുടെ മലപ്പുറം വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് വൻ തട്ടിപ്പ്. 1,48,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. സ്വർണം പരിശോധിക്കുന്ന ഗോൾഡ് അപ്രൈസർ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥ നിയമനത്തിലുള്ള ലാറ്ററൽ എൻട്രിയിൽ നിന്ന് പിൻവാങ്ങി കേന്ദ്ര സർക്കാർ. സ്വകാര്യ മേഖലയിൽ നിന്ന് 45 ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാൻ പ്രസിദ്ധീകരിച്ച പരസ്യം പിൻവലിക്കാൻ UPSCയോട് കേന്ദ്രം നിർദ്ദേശിച്ചു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.